ഇനി നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കും കാഴ്ചകളിലേക്കും പോവാം. കാരണം നാടകീയമായ നീക്കങ്ങളൊക്കെയാണ് ഇന്നലെ മുതൽ തന്നെ കണ്ടത്. എന്നാലും ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി നിലകൊണ്ടത്. ബോബി ചെമ്മണ്ണൂരിന്റെ വായ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വാ തുറക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ അവസാനം കോടതിയിൽ ഉറപ്പ് നൽകേണ്ടി വന്നു. കോടതിയിൽ നിന്ന് കടുത്ത പരാമർശവും ജാമ്യം തന്നെ റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും വന്നതിന് പിന്നാലെ ബോബി കോടതിയോട് ക്ഷമ ചോദിച്ചു. മാപ്പ് സ്വീകരിച്ച് കോടതി നടപടി അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത്. നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്ക് അറിയുന്നതല്ല. ഞാൻ രാവിലെ ഇറങ്ങി 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അപ്പൊ തന്നെ വണ്ടി കയറിപ്പോയി. 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ്. ഒന്ന്, ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ കൂടുതൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. പിന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിനു വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുവദിച്ചിട്ടുമുണ്ട്. ലീഗൽ എയ്ഡിന് കുറേ എന്താ പറയുക, ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, നമ്മളിപ്പം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഈ 6 ദിവസം കൊണ്ട് ഒരു മനുഷ്യനൊക്കെ ഇത്രയും മാറ്റം വരുമോ? എത്ര ഇതായിട്ടാണ് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ. എല്ലാവരുടെയും പറയൂ ബിനിൽ, തുടരും. നമ്മളിപ്പോൾ കേട്ട ബോബി ചെമ്മണ്ണൂരിന്റെ ആ വാചകങ്ങളല്ല അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ 10-26 തടവുകാരുണ്ട്. ആ തടവുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി താൻ തുടർന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന് കുരുക്കായി മാറിയ വാചകങ്ങൾ എന്ന് പറയുന്നത്. കാരണം അത് കോടതിയോടുള്ള ഒരു വെല്ലുവിളിയാണ്, നിയമ സംവിധാനത്തോടുള്ള ഒരു യുദ്ധം ചെയ്യലാണ് എന്നതാണ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കോടതി കടുത്ത നിലപാടിലേക്ക് പോയത്. ഇന്നലെ തന്നെ അവിടെ നടന്ന നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് രാവിലെ തന്നെ കോടതി അഭിഭാഷകനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. രാവിലെ തന്നെ കോടതി പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയില്ല. കോടതി അക്കാര്യങ്ങൾ ജില്ലാ കോടതിയിൽ വിളിച്ച് മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 4:45 തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ റിലീസ് ഓർഡർ അടക്കം കോടതിയിൽ നിന്ന് നൽകിയതാണ്. പരമാവധി 1 മണിക്കൂർ കൊണ്ട് ഈ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും. എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും അത്രയും സമയം മതി. പക്ഷേ ആരും അവിടെ എത്തിയില്ല. ജയിൽ അതോറിറ്റീസ് ഏതാണ്ട് 7-7:30 വരെ ഇവിടെ കാത്തു നിന്നു. പക്ഷേ ആരും വന്നില്ല. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഈ റിലീസ് ഓർഡർ രാവിലെയാണ് എത്തിയത്. ശരിയാണ്, രാവിലെയാണ് എത്തിച്ചത്. എന്തുകൊണ്ട് അത് ഇന്നലെ എത്തിച്ചില്ല എന്നതാണ് കോടതിക്ക് അറിയാനുണ്ടായിരുന്നത്. അതിന് കാരണം ഈ മറ്റ് തടവുകാരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരോപകാര പ്രവൃത്തിയാണോ എന്നതായിരുന്നു കോടതിക്ക് അറിയേണ്ടത്. കാരണം മുതിർന്ന അഭിഭാഷകൻ ഹാജരായി വാദം പറഞ്ഞ് ജാമ്യം അനുവദിച്ചൊരു കേസാണ്. ആ മുതിർന്ന അഭിഭാഷകനോട് കൂടിയുള്ള ഒരു അനാദരവാണ് ബോബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നതാണ് ഇന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് കരുതരുത്. എല്ലാത്തിനും മുകളിലാണ് താനെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത്. ബോബിക്ക് മുകളിൽ നിയമമുണ്ട്, അത് കാണിച്ചു തരും എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. അത് കോടതി കൃത്യമായി കാണിച്ചും കൊടുത്തു. ബോബിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1:45 കോടതിയിൽ വന്ന് നിരുപാധിക മാപ്പ് പറയേണ്ടി വന്നു. അക്ഷരാർത്ഥത്തിൽ ബോബിയുടെ അഭിഭാഷകർ കോടതിക്ക് മുന്നിൽ താണുകേണ അപേക്ഷിച്ചാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത്. ഇനി ബോബി ചെമ്മണ്ണൂർ വാ തുറക്കില്ല, ഇത്തരത്തിൽ ഒരു സംഭാഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം കൊണ്ട് തോറ്റു കഷ്ടപ്പെട്ട് വാദിച്ച് കേസ് ജയിച്ച് ജാമ്യമൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല എന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കും. എന്തായാലും ഈ ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പേര് പറഞ്ഞു, ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഈ ധനത്തിന്റെ പണത്തിന്റെ ഹുങ്കുമായി മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ എൻ്റെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്നാലും ഇപ്പോൾ പണത്തിന് മേലെ അഹങ്കാരത്തിന് മേലെ ധാർഷ്ട്യത്തിന് മേലെയൊക്കെ നീതിന്യായ വ്യവസ്ഥ ജയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ശരിക്കും.